നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് പരീക്ഷ തൊട്ടു മുന്നിലെത്തി നിൽക്കുകയാണ്. ആദ്യത്തെ പരീക്ഷ സെപ്റ്റംബർ 19-നാണ്. ഇനി 20 ദിവസങ്ങളാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. 23 ദിവസങ്ങളുണ്ട്. നമ്മളിതൊന്ന് റൗണ്ട് ചെയ്ത് പറയുകയാണെങ്കിൽ അവസാന 20 ദിവസമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. അപ്പോൾ ഈ അവസാന നിമിഷം ചിലരൊക്കെ ഇങ്ങനെ ഒട്ടപ്പാച്ചിലായിരിക്കും. ചിലപ്പോൾ 10th പ്രിലിംസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം VF കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കാമെന്നൊക്കെ പറഞ്ഞവർ ഇനിയുള്ള അവസാന നിമിഷം ചിലപ്പോൾ മാരത്തോൺ ക്ലാസ്സുകൾക്ക് പിന്നിലും ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. നിങ്ങളുടെ എല്ലാ ലക്ഷ്യം എന്താണ്? ഒരു 75+ മാർക്ക് നേടിയിട്ട് ഈ VFA പരീക്ഷ ക്രാക്ക് ചെയ്യുക. 75-ന് മുകളിലേക്കൊക്കെ കട്ട് ഓഫ് പോകും. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻ ഇതിന് ആവശ്യമാണ്. ഇനിയുള്ള 20 ദിവസം നിങ്ങൾക്ക് തന്നെ അറിയാം, സിലബസ് തീർക്കുന്നത് പോസിബിൾ അല്ല. ഒരു പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സിലബസ് തീർക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. പക്ഷേ അവസാന 20 ദിവസം കൊണ്ട് നിങ്ങൾക്ക് സിലബസ് തീർക്കുന്നത് പോസിബിൾ അല്ല. എന്നാൽ നിങ്ങൾക്ക് വേണ്ടതൊന്ന് ക്യാപ്സ്യൂൾ പോലെ റിവിഷൻ ചെയ്ത് പഠിച്ചതിന് ശേഷം നിങ്ങൾക്കൊരു 75+ മാർക്ക് നേടാനുള്ള ഒരു സ്റ്റഡി മെത്തേഡാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക, ഉറപ്പായിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെടും. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ റിവിഷന് പ്രാധാന്യം കൊടുക്കുക. ഓരോ സബ്ജക്റ്റ് എടുത്തിട്ട് അതിൻ്റെ റിവിഷൻ ക്ലാസ്സുകൾ കേൾക്കുക. ഇനി 1x സ്പീഡിൽ കേൾക്കാൻ സമയമില്ലെങ്കിൽ നിങ്ങൾക്ക് 2x സ്പീഡിലോ ഒക്കെ കേട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത്യാവശ്യം കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിലാക്കുക. നിങ്ങൾക്ക് ഓപ്ഷൻ കണ്ട് എഴുതാൻ പറ്റുന്ന രീതിയിലേക്ക്, ഒരു സേവ് സ്കോറിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിലേക്ക് മാറണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പവർഫുൾ റിവിഷൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ആലോചിക്കുകയാണ്. നമ്മൾ VFAക്ക് അതേപോലെ ഡിഗ്രി മെയിൻസിന് ഓൾറെഡി 90 ഡേയ്സ് സ്റ്റഡി പ്ലാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിലൂടെ നൽകുന്നുണ്ട്. അത് നമ്മൾ സിലബസ് തീർക്കുന്ന രീതിയിൽ ഡിഗ്രി മെയിൻസും കൂടെ ഫോക്കസ് ചെയ്ത് രണ്ടിനും കൂടി വേണ്ടി ഓരോ ദിവസം ഇന്ന ടോപ്പിക്കായിട്ട് പഠിക്കുകയാണ്. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരുന്നവർക്ക് കണ്ടിന്യൂ ചെയ്യാം. അതല്ല എങ്കിൽ നമ്മൾ പുതിയ ക്ലാസ്സുകളല്ല, പഴയ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത്. സെക്രട്ടേറിയറ്റ് OADക്ക് മെയിൻസിൻ്റെ സമയത്ത് 10th മെയിൻസിന് വേണ്ടിയിട്ട് നമ്മളെടുത്ത റിവിഷൻ ക്ലാസ്സുകളാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ കേരള ഹിസ്റ്ററി കംപ്ലീറ്റ് ആയിട്ട് റിവിഷൻ ക്ലാസ് 1-2 ക്ലാസ്സുകൾ കൊണ്ട് എല്ലാ പോയിൻറ്റുകളും കവർ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുത്ത് തന്നിട്ടുണ്ട്. അതേപോലെ ഓരോ ദിവസം ഓരോ സബ്ജക്റ്റ് നമ്മളതൊരു 30 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ് ചെയ്തത്. അത് ഞാൻ നിങ്ങൾക്ക് മൊത്തമായിട്ട് ടെലിഗ്രാം ചാനലിൽ ഷെയർ ചെയ്ത് തരാം. അപ്പോൾ നിങ്ങളത് 20 ദിവസം കൊണ്ട് നിങ്ങൾക്ക് മാക്സിമം സ്പീഡിൽ കവർ ചെയ്ത് തീർത്തതിന് ശേഷം എന്ത് ചെയ്യുക, നല്ല രീതിയിൽ എക്സാം എഴുതി ഒരു 75+ മാർക്ക് എന്നുള്ള സ്കോറിലോട്ട് എത്താൻ കഴിഞ്ഞാൽ സെപ്റ്റംബർ 19-ന് എക്സാം ഉള്ളവരെ ഫോക്കസ് ചെയ്തിട്ടാണ് ഇത് മെയിനായിട്ടും പറയുന്നത്. നിങ്ങൾക്ക് നമ്മുടെ 90 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യുന്നവർക്ക് ആ രീതിയിൽ തന്നെ ഓരോ ദിവസം ക്ലാസ്സുകൾ കണ്ട് വരാം. അത് ഉറപ്പായിട്ടും നിങ്ങളെ ടോപ്പ് റാങ്കിലേക്ക് എത്തിക്കും. അത് അടുത്ത 2 പരീക്ഷകളുള്ളവർക്കായിരിക്കും ആ രീതിയിൽ കുറച്ചുകൂടെ സാവധാനം പഠിക്കാനായിട്ട് പറ്റുന്നത്. 19-ാം തീയതി എക്സാം ഉള്ളവർക്ക് എത്രയും വേഗം സിലബസ് ഒന്ന് എന്ത് ചെയ്യുക, എല്ലാ ഭാഗങ്ങളും ഒന്ന് ടച്ച് ചെയ്ത് വെക്കണം. മാത്സ്, ഇംഗ്ലീഷ്, മലയാളമൊക്കെ അത്യാവശ്യം ഒന്ന് പഠിച്ചെടുക്കണം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സഹായിക്കാനാണ് നമ്മുടെ ഈ ഒരു മാരത്തോൺ റിവിഷൻ ക്ലാസ്സുകൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കിടപ്പുണ്ട്. പഴയ ക്ലാസ്സുകളാണ് പറയുന്നുണ്ട്, പുതിയ ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി ഇപ്പം എടുത്തു വരികയാണ് നിലവിലുള്ള ദിവസങ്ങളിൽ. അപ്പം നിങ്ങൾ ചെയ്യേണ്ട എത്ര മാത്രമാണ് ടെലിഗ്രാം ചാനലൊന്ന് ജോയിൻ ചെയ്യുക. ഞാൻ അതിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ, ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ അതിനകത്ത് ഞാൻ ഒരു നിങ്ങൾക്ക് ഓരോ ക്ലാസ്സുകളുടെയും മാരത്തോൺ വോയിസ് ക്ലാസ്സുകളാണ് ടെലിഗ്രാം വഴിയിട്ടാണ് കൊടുക്കുന്നത്, ഷെയർ ചെയ്ത് തരാം. അപ്പോൾ അത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സേവ് സ്കോറിലേക്ക് എത്താൻ കഴിയും ഇനിയുള്ള ദിവസങ്ങളിൽ. അതേപോലെ നമ്മുടെ ഈ 90 ഡേയ്സ് സ്റ്റഡി പ്ലാനിൽ SCRT ക്ലാസ്സുകൾ എല്ലാ ദിവസവും നമ്മൾ SCRT പഠിക്കുന്നുണ്ട്. ആ SCRT ക്ലാസ്സുകൾ, കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള SCRT ചാപ്റ്ററുകളാണ് നമ്മൾ ആദ്യം പഠിച്ചേക്കുന്നത്. ആ ഒരു SCRT ക്ലാസ്സുകളും മാത്സ്, ഇംഗ്ലീഷ്, മലയാളം കൂടെ കണ്ടാൽ നിങ്ങൾക്ക് 75+ എന്ന് പറയുന്ന ഒരു മാർക്കിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തിട്ട് ആ ഓരോ ക്ലാസ്സുകൾ ഓരോ ദിവസങ്ങളായിട്ട് കേൾക്കുക. നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ്സുകളായിട്ടും മാരത്തോൺ ക്ലാസ് എല്ലാ സബ്ജക്റ്റും നമ്മൾ PYQ ആയിട്ടുള്ള എല്ലാ സിലബസിലെ എല്ലാ ടോപ്പിക്കുകളും ഒറ്റ ടൈമിൽ പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ പഴയ എക്സാമിനെ കുറിച്ചിട്ടായിരിക്കും അതേ പറയേണ്ടത് പറയുന്നത്. പക്ഷേ നമ്മുടെ സിലബസിലൊന്നും വ്യത്യാസമില്ല. കറണ്ട് അഫേഴ്സ് മാത്രം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. അത് നമുക്ക് ഷെയർ ചെയ്ത് തരാം. നമ്മുടെ 90 ഡേയ്സ് സ്റ്റഡി പ്ലാനിൽ കറണ്ട് അഫേഴ്സുകൾ VFA പരീക്ഷയ്ക്ക് ആവശ്യമുള്ളത് നമ്മുടെ യൂട്യൂബിൽ എല്ലാം കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്രമാത്രം ചെയ്യുക, ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. കമ്പനി ബോർഡ് LGSൻ്റെ മെയിൻസിൻ്റെ ക്ലാസ് യൂട്യൂബിലാണ് നടക്കുന്നത്. കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ് യൂട്യൂബിലാണ് ഇടുന്നത്. അതേപോലെയുള്ള എല്ലാ അപ്ഡേറ്റുകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ഉറപ്പായിട്ടും നല്ലൊരു മാർക്ക് കിട്ടും. താങ്ക്